ഹായ് ഹലോ. അപ്പോൾ കുറച്ച് ചിക്കൻ കറി ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് നല്ലോണം ഞാൻ ചൂടാക്കി വറുത്ത് വെച്ച ചിക്കൻ കറിയാണ്. പിന്നെ അതുപോലെ കുറച്ച് കായ നുറുക്കി വെച്ചിട്ടുണ്ട് അമ്മ. നല്ല നാടൻ കായ കിട്ടിയപ്പോൾ അത് നുറുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് പയർ വേവിക്കാനിട്ടിട്ടുണ്ട്. കായും പയറും കൂടി ഉപ്പേരി വെക്കാമല്ലോ എന്ന് വെച്ചിട്ട് അത് വേവിക്കാൻ ഇട്ടു കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം പയർ വെന്തതിന് ശേഷം അതിൽ കായ ഇട്ടു കേട്ടോ. പിന്നെ അമ്മ അതേ മീൻ കൂട്ടാനായിട്ട് ഇത്തിരി തേങ്ങ ചെരുകുന്നുണ്ട്. പിന്നെ ഞാൻ ഇപ്പോൾ കൊണ്ടുപോകുന്നത് ഒരു മോര് കൂട്ടാനിരുന്നൊരു ചെറിയ പാത്രം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഞാൻ വെള്ളം ഒഴിച്ചിടാൻ കൊണ്ടുപോയി. പിന്നെ കുറച്ച് പഴം പുഴുങ്ങിയതിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ചൂടാക്കി വെച്ചു. പിന്നെ മോക്ക് കൊണ്ടുപോകാൻ ചിക്കൻ കറിയും അതുപോലെ തന്നെ ഞാൻ കുറച്ച് നെയ്ച്ചോറ് ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ അതിന് ആദ്യം നമ്മുടെ പയർ ഇങ്ങനെ വിസിലടിക്കുന്നുണ്ട്. അതെ, പയറും കായും കൂട്ടാൻ വെക്കാനായിട്ട് നല്ലോണം വിസിലടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ കുറച്ച് കഞ്ഞി കുടിക്കാമെന്ന് വെച്ചിട്ടാണ് പയറും കായും വെക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. പിന്നെ ഞാനിത് നെയ്യ് തുരന്നെടുത്ത് ഞാൻ ഇടാൻ കേട്ടോ. അതിനകത്ത് നെയ്യ് കഴിഞ്ഞു. അപ്പോൾ എന്നാലും ഞാൻ പാത്രം വെറുതെ വിടില്ല. അത്യാവശ്യം അതിൽ നിന്ന് കുടഞ്ഞെടുക്കും എന്നുള്ള രീതിക്കാണ് ഞാൻ നെയ്യ് എടുത്തുകൊണ്ടിരിക്കുന്നത്. കുറച്ച് നെയ്ച്ചോറ് വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഉണ്ണിക്ക് നെയ്ച്ചോറ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആ ചിക്കൻ കറി നെയ്ച്ചോറും കൂടി മോൾക്ക് സ്കൂളിൽ കൊടുത്ത് വിട്ട് അവളുടെ ഉച്ചക്കലത്തെ കാര്യം ഏകദേശം ആയല്ലോ. അപ്പം ഞാനിത് അരി ഞാൻ കഴുകി നല്ലോണം വാരി വെച്ചിട്ടുണ്ട്. പിന്നെ അപ്പുറത്ത് കട്ടൻ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ നെയ്യൊക്കെ ചൂടാവുന്ന നേരം കൊണ്ട് ഞാൻ അതിനോട്ട് ഏലക്കായ, ഗ്രാമ്പു, പട്ട ഒക്കെ കൂടി ഇട്ട് കൊടുക്കും. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കും കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ചൂടായി അതൊന്ന് ഇങ്ങനെ നല്ലോണം മൂക്കല ജസ്റ്റ് ഒന്ന് വാടി വരുന്ന ടൈമിൽ ഞാൻ നുറുക്കി വെച്ചിട്ടുള്ള നമ്മുടെ സബോള, ക്യാരറ്റ് അതൊക്കെ കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് വഴന്ന് വരുമ്പോൾ നല്ലോണം വഴക്കില്ല, ജസ്റ്റ് ഒന്ന് ഇതാവുമ്പോൾ നമ്മൾ കഴുകി വാരി വെച്ചിട്ടുള്ള നെയ്ച്ചോറിൻ്റെ അരി, ഇന്നിപ്പോൾ ഞാൻ ആകെ ഒരു 1.5 ഗ്ലാസ് അരി എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഞാനിനി അപ്പുറത്ത് ആ പാത്രത്തിൽ തന്നെ ഒരു 3 ഗ്ലാസ് വെള്ളം ജസ്റ്റ് ഒന്ന് ചൂടാവാൻ അപ്പുറത്ത് അടുപ്പത്ത് വെക്കും കേട്ടോ. ഈ അരി ഞാൻ കുറച്ച് നേരം ഒന്നിട്ട് ഇളക്കിയെടുക്കും. കാരണം ഒന്ന് ഒരു നമ്മളിങ്ങനെ വലിച്ചൽ പോലെ എന്നൊക്കെ പറയില്ല, അതൊക്കെ എൻ്റെ ഭാഷയാണ് കേട്ടോ, അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. അപ്പം ഞാനതൊന്ന് കുറച്ച് നേരം ഇട്ടിട്ട് അരി ഇട്ടിട്ട് നല്ലോണം അതിൽ ഇളക്കിയെടുത്തതിന് ശേഷം ആ ചൂടായ വെള്ളം ഒഴിച്ച് നേരെ അടച്ച് വെച്ച് ഒരു വിസലും കുറച്ചടുത്ത വിസൽ സ്റ്റാർട്ടാകുമ്പോൾ ഞാൻ ഓഫാക്കി വിസൽ കളഞ്ഞ് അടച്ചു വയ്ക്കും കേട്ടോ. അപ്പോഴേക്കും ചോറൊക്കെ അത്യാവശ്യം വെവാവും. പിന്നെ അമ്മ അതേ അപ്പുറത്ത് മീൻ കൂട്ടാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം കൂട്ടാൻ തിളച്ച് മറയുന്നേക്ക് മുന്നേ ഞാൻ അപ്പുറത്തതേ കായും പയറൊക്കെ വെന്തിരിക്കുന്നുണ്ട്. ഇതൊന്ന് കാച്ചണം. പിന്നെ കുറച്ച് അയില വറക്കാനിരിക്കുന്നുണ്ട്. അപ്പോൾ നെയ്ച്ചോറൊക്കെ ആയപ്പോൾ ഞാനത് ഇറക്കിയിട്ട് നേരെ മീൻ വറുക്കാനായിട്ടിനി ഇത് ഇട്ടു കേട്ടോ. നല്ല അയില കിട്ടി, കുട്ടി അയില കേട്ടോ, നല്ല ടേസ്റ്റ്. അപ്പോഴത്തെ അയില, അപ്പോഴത്തെ മീനൊക്കെ ഭയങ്കര ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എനിക്ക് മീൻ ഭയങ്കര ഇഷ്ടമാണ്. അതായത് നമ്മുടെ മീൻ കിട്ടാൻ ഇങ്ങനെ തിളച്ച് മരണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ കേട്ടോ. ബൈ.